ഉത്തർപ്രദേശ് രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പതിപ്പാണ് എന്ന് പറയാം. പരമ്പരാഗതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കവാടമായിട്ടാണല്ലോ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ കാണുന്നത്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, 20 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിന് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തന്നെ വലിയൊരു സ്വാധീനം നൽകാൻ കഴിയും. കോൺഗ്രസ് പഴയകാലത്തും, പിന്നീട് BJPയും, അത് കഴിഞ്ഞ് BSPയും, അത് കഴിഞ്ഞ് സമാജ്വാദി പാർട്ടിയും, വീണ്ടും BJPയും, ഇങ്ങനെ പല പാർട്ടികൾ മാറി മാറി മത്സരിച്ച് ജയിച്ച് സംസ്ഥാനം ഭരിച്ച രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൻ്റെ സമീപകാലത്തെ വളർച്ച BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാക്കി. ഇപ്പോൾ BJPക്ക് അവിടെ അനുകൂലമായ സാഹചര്യം വരാൻ 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് വൈദ്യുതി, ഭക്ഷ്യ ധാന്യങ്ങളുടെ അവൈലബിലിറ്റി, കുടിവെള്ളത്തിൻ്റെ ലഭ്യത, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചത്, ഗ്യാസ് മറ്റും അവൈലബിളായിട്ട് വന്നത്, ചെറിയ തോതിലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പഴയ കാലത്തെ അപേക്ഷിച്ച് മാറിയത്, ഇതെല്ലാത്തിനും പുറമെ നിയമവാഴ്ച ശക്തമായി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതുമെല്ലാം അവിടുത്തെ ഭരണത്തിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി. അതിന് പുറമെ മോദി വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ സോഷ്യൽ വെൽഫെയർ പോളിസീസ് ഒരു വശത്തും, രാമക്ഷേത്രം, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സ്വാധീനം ഉത്തർപ്രദേശിൽ നിന്ന് നിശ്ചയമായും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ ഉത്തർപ്രദേശ് BJPക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ BJPക്ക് 80-ൽ നേടാൻ കഴിഞ്ഞു. ഇത്തവണ അത് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് തോറ്റതാണ്. അന്ന് സോണിയാഗാന്ധി ജയിച്ച റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി ഇത്തവണ മാറുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിൽ നിന്ന് അത് നേടാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. കാരണം സോണിയാഗാന്ധി കുറേ വർഷങ്ങളായി അവിടെ വിജയിച്ചതാണ്. 20 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല തവണയായി 20 തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ 17 തവണയും അവിടെ കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റിയൊരു മണ്ഡലമാണ് റായ്ബറേലി. അപ്പോൾ 3 തവണ മാത്രമേ അത് കൈവിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണയും കോൺഗ്രസ്സിന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ആത്മാർത്ഥമായ പിന്തുണ കിട്ടുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അമേഠിയിൽ നിൽക്കാത്തത് നന്നായി, കാരണം അമേഠിയിൽ തീർച്ചയായിട്ടും സ്മൃതി ഇറാനിക്ക് അനുകൂലമായ, BJPക്ക് അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചതും സാമൂഹ്യ ക്ഷേമ പരിപാടികൾ കൂടുതൽ വിജയിച്ചതുമെല്ലാം BJPക്ക് പൊതുവിൽ അനുകൂലമായൊരു തരംഗം അവിടെ ഉള്ളതുകൊണ്ട് BJP 70 സീറ്റുകളോളം 80 സീറ്റുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയും നമുക്കറിയാം. റായ്ബറേലി കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുന്നു. BSP എന്ന് പറയുന്ന പഴയ ഭരണകക്ഷിയായിരുന്നു മായാവതിയുടേത്. പക്ഷേ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർക്ക് തനിച്ചു നിൽക്കാനുള്ള സാഹചര്യവും അതോടൊപ്പം മുന്നണി രാഷ്ട്രീയത്തിലേക്ക് അവരെ സ്വീകരിക്കാത്തൊരു സാഹചര്യവും വന്നതോടുകൂടി ബഹുജൻ സമാജ് പാർട്ടി കുറേശ്ശെ പിറകിലോട്ട് പോയി. മാത്രമല്ല, ബഹുജൻ സമാജ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ പിന്തുണ ദളിത് വിഭാഗത്തിൽ നിന്നും, പിന്നെ തീർച്ചയായിട്ടും ഒരു ചെറിയ വിഭാഗം ബ്രാഹ്മൺ സമൂഹത്തിൽ നിന്നും ഒക്കെയായിരുന്നു. പക്ഷേ ഈ ദളിത് വിഭാഗത്തിൻ്റെ പിന്തുണ ഇപ്പോൾ മാറുകയും സബാൾട്ടേൺ ഹിന്ദുത്വ എന്ന ആശയത്തിൽ കൂടി BJP ദളിത് വിഭാഗത്തെ വലിയ സംഖ്യയിൽ BJPയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റ് BJPയിലേക്ക് വന്നത് മായാവതിക്ക് ക്ഷീണമായി. എന്നാൽ മായാവതി രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. ബഹുജൻ സമാജ് പാർട്ടി ഉത്തർപ്രദേശിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ബലത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ മത്സരം BJPക്ക് ഗുണകരമാവും. കാരണം BJP വിരുദ്ധ വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലും BSPയുമായി വിഭജിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും സമാജ്വാദി പാർട്ടിക്ക് 7-8 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗം റായ്ബറേലിയുമുണ്ട്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവുമെല്ലാം തിരഞ്ഞെടുപ്പ് രംഗത്ത് പോകുമ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ വലിയ സ്വീകരണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായ ഒരു മോദി വിരുദ്ധ ആശയം അവിടെ വികസിപ്പിക്കാനുള്ള സാധ്യത ഉത്തർപ്രദേശിൽ കാണുന്നുമുണ്ട്. എന്തിരിക്കലും BJPയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പക്ഷേ അവിടെ നിന്ന് തന്നെയാണ്
റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാനുള്ള സാധ്യതയുമുള്ളത്. അതുകൊണ്ട് ഈ മത്സരത്തിൽ അമേഠിയിൽ നിന്നും മാറിയത് എന്തുകൊണ്ടും നന്നായി. രാഹുൽ ഗാന്ധിക്ക് വയനാടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിക്കാനുള്ള സാധ്യതയിൽ ഈ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്.